ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? എന്തെന്നിപ്പോൾ ആക്കേണ്ടതെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. ഒന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ മോള് പറഞ്ഞു ഇഷ്ടമാക്കണം എന്ന്. ഇഷ്ടു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ കാഞ്ഞങ്ങാട് വെള്ളിക്കോത്ത് എല്ലാവർ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടു. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചാലോ? ഇഷ്ടം ഭയങ്കര ഇഷ്ടമൊക്കെ. അതെന്ന് പറഞ്ഞാൽ കടലക്കറിയിൽ ചെറിയ ഗോതമ്പുണ്ടാവും. ഗോതമ്പ് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നില്ലേ, അതുപോലെ കുഴച്ചിട്ട് ചെറിയ ചെറിയ കടലമണി പോലെ ചെറിയ ഉണ്ടയാക്കിയിട്ട് കറിയിലേക്ക് ഇടലും. അതാണ് ഇഷ്ടം. അപ്പം ഞാനൊന്ന് നിങ്ങൾക്കത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കലെന്ന്. ഇപ്പോൾ കടലക്കറി ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്നലെ ഉണ്ടാക്കുകയും ചെയ്യുന്നു കടലക്കറി. അപ്പോൾ അത് കാണിക്കുന്നില്ല. പിന്നെ ഉണ്ടയാക്കുന്നത് കാണിക്കാം. നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കണ്ട. അപ്പോൾ എല്ലാവർക്കും കുഴക്കാൻ തന്നെയല്ലേ ഭയങ്കര ബന. അപ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കുഴക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് മിക്സീൻ്റെ ജാറിൽ പൊടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. നോക്കാം എങ്ങനെയുണ്ടെന്ന്, എളുപ്പത്തിലാവുമോ കുഴക്കുന്നത് നമുക്ക് നോക്കിയാലോ. മിക്സിയുടെ ജാറിലിട്ട് അതിന് വേണ്ടുന്നതാ രണ്ട് ഗ്ലാസ് നമ്മളെ സ്റ്റീൽ ഗ്ലാസ്സില്ലേ, 2 ഗ്ലാസ് പൊടി അതിൽ മിക്സിയിലേക്ക് ഇടാം, ജാറിലേക്ക്. എന്നിട്ട് അതിന് ആവശ്യത്തിന് നമ്മളിപ്പം ചപ്പാത്തി കുഴക്കാം, അതിന് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിന് നമ്മൾ ചപ്പാത്തി കുഴക്കാൻ വെള്ളം ഒഴിക്കുന്നില്ലേ അതുപോലെ തന്നെ വെള്ളം ചേർക്കുക എത്രയാണെന്ന് വെച്ചാൽ മതി. നമുക്കൊന്ന് അടിച്ചിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതാ മിക്സിയിൽ അടിച്ചെടുത്തതാ, കണ്ടില്ലേ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുഴക്കേണ്ട കുറച്ച് എളുപ്പമായില്ലേ ചപ്പാത്തിക്ക്. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കേട്ടാ. ഇതാ ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നോക്കാം. ഇതാ ഇതുപോലെ ഇത്രയും എടുക്കണ്ടു. ഇതിങ്ങനെ ഉരുട്ട ഇവിടെ വെക്കാം പാത്രത്തിൽ. ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതിനേക്കാളും വേണമെങ്കിൽ ചെറുതാക്കാം. ചെറിയ ചെറിയ ഉരുളായിട്ട് ഇങ്ങനെ പാത്രത്തിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഉണ്ടയെല്ലാം ഇതാ ചെറിയ ചെറിയ ഉണ്ടയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പ്ലേറ്റിൽ. ഇതിപ്പോൾ നമ്മൾ 2-3 ആൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റൂ. കൂടുതൽ ആളുണ്ടെങ്കിൽ ഞാനിപ്പോൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയല്ലേ എടുത്തത്. അപ്പോൾ ഒരു 4 ഗ്ലാസ് എടുത്താൽ പിന്നെ ഒരു 4 പേർക്ക് കഴിക്കാം. ഇത്ര ചെറിയ ഉണ്ട തന്നെ ആക്കണം. കണ്ടില്ലേ, ഇത്ര ചെറിയ ഉണ്ടയാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഇത് കടലക്കറിയിലേക്ക് ഇടണം. ഇതാ കറി തിളക്കുന്നുണ്ട് കേട്ടോ, കടലക്കറി. ഇനി ഇതിലേക്ക് നമുക്ക് ആ ഉണ്ട ചെറിയ ചെറിയ ഉണ്ട അതിലേക്ക് ഇടാം. കറി കുറച്ച് വെള്ളം പോലെ ആക്കിക്കോ, എന്നാൽ ഉണ്ട വേവണ്ടേ. കുറച്ചധികം വെള്ളമായിക്കോ. നമുക്ക് ചോറിനല്ല ഉണ്ടതാ ഇങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കൊടുത്തു. ഇതാ കണ്ടോ, ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉണ്ടിയും ഇട്ട് കൊടുത്തതാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് ഇളക്കാം. ഇനി ഇത് വേവട്ടെ കേട്ടോ. കുറച്ച് നേരം തിളച്ചിട്ട് നന്നായിട്ട് ഉണ്ട വേവണമല്ലോ, ഗോതമ്പ് അത് വേവട്ടെ. ഉണ്ട നമ്മൾ നേരത്തെ അടച്ച് വെച്ചിട്ടുണ്ടായി. ഇതാ ഓക്കെ, നന്നായിട്ട് തിളച്ചു, നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ വീട്ടിൽ? ആക്കീനാ? ഇഷ്ടു എന്ന് പറയും. നമ്മളെ കാഞ്ഞങ്ങാട് ഉള്ളിക്കോത്തെല്ലാം ഇത്
ഭയങ്കര ഉണ്ടാക്കലുണ്ട് നല്ലോണം. ഇതിപ്പം കുറച്ച് വെള്ളമുണ്ട്, ഇനി കുറച്ചും കൂടി വെള്ളം ഇത് ആറിക്കൊണ്ടിരിക്കും. തണിയുന്നാണൊക്കെയാണ് വെള്ളം ഇങ്ങനെ ആറിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ നമ്മൾ ഓഫാക്കിയാൽ തിന്നാനാകുമ്പോഴത്തേക്ക് നല്ല കട്ടിയാവും. അങ്ങനെയാണ് ഞാനാക്കൽ. നിങ്ങളുടെ അഭിപ്രായമെല്ലാം പറയണേ കമൻറ്റിൽ. ഫുഡല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ, അല്ല വേറെ എന്തെങ്കിലും പുറത്തെ കാര്യങ്ങൾ അതെല്ലാം ഉണ്ട് കമൻറ്റിൽ. വേറെ എന്തെങ്കിലും കാണിക്കണം, അതെല്ലാം കാണിക്കാൻ ഇനി വരുന്ന വീഡിയോയിലെല്ലാം ഉണ്ടാവും. പിന്നെ നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഉണ്ടല്ലേ നന്നായിട്ട് ഉണ്ടേൻ്റെ ഇതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. കുറച്ച് സമയം കൂടി നമുക്ക് അടച്ച് വെക്കാം. കുറച്ച് നേരം കൂടി അടച്ച് വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. ഉള്ളി, കരിവേപ്പില, കടുക്, ഇത്രയേ ഉള്ളൂ. കടയിൽ ഇഷ്ടു റെഡി. നമ്മളെ കാഞ്ഞങ്ങാട് പള്ളിക്കൂത്തിൻ്റെ ഇഷ്ടു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. എണ്ണ കൂടുതലാണെന്ന് കമൻറ്റ് ഉണ്ടായി. കുറച്ച് എണ്ണ മതി, ലേശം എണ്ണ മതി. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടട്ടെ കേട്ടോ. കടുക് പൊട്ടി വെക്കാം. ഉള്ളി കഴിയുമ്പോൾ കരിയാമ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കരിയാമ്പില. കരിയാമ്പില ഇട്ട് കൊടുത്തു. നോക്കിയിലേക്ക് ഉണ്ടയിലേക്ക് തട്ടാം. ഇഷ്ടയിലേക്ക് ഓഫാക്കാം. ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. റെഡിയായി. കണ്ടില്ലേ? ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. പ്ലേറ്റിലേക്ക് തിന്നുന്ന കഴിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അടിപൊളി. ഇനി കുറച്ചും കൂടി ഇത് കട്ടിയാവും കേട്ടോ. ഇതിപ്പം ചൂടായതുകൊണ്ട് നല്ല കട്ടിയാവും. അപ്പോൾ ലൂസ് വേണമെന്നവർക്ക് പിന്നെയും ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒന്ന് ഒഴിക്കാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് വാഴയിലെല്ലാം വെച്ച് മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഇഷ്ടവും? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അടിപൊളിയില്ലേ? അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം എന്തായാലും. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം, കമൻറ്റ് ചെയ്യുക. എന്തായാലും ഇത് ഇഷ്ടമാവും. താങ്ക് യു.